എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴത്തിലുള്ള, എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. പരമകാരുണികന്റെ ദാസന്മാർ. ആരാണിവർ? എന്താണ് ഇവരുടെ പ്രത്യേകത? നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഇതൊരു പക്ഷേ നമ്മളെല്ലാവരും ഇടയ്ക്ക് സ്വയം ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, അല്ലേ? എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ ശാന്തരായിരിക്കാനും നല്ലവരായി പെരുമാറാനും എളുപ്പമാണ്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ, സമ്മർദ്ദം കൂടുമ്പോൾ, അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത്. ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ വിശകലനം ആരംഭിക്കുന്നത്. അപ്പോ ഈ ചോദ്യത്തിലുള്ള ഉത്തരം വിശുദ്ധ ഖുർആൻ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞു തരുന്നതെന്ന് നോക്കൂ. ഇതൊരു ദൈവീകമായ രൂപരേഖയാണ്, ഒരു ബ്ലൂ പ്രിന്റ്. ഏറ്റവും മികച്ച സ്വഭാവം എന്തായിരിക്കണം എന്നതിൻ്റെ ഒരു രൂപരേഖ. നമുക്ക് ഈ ആയത്തിന്റെ ഓരോ ഭാഗത്തേക്കും ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ പറയുന്ന ആളുകളെ, ഇബാദുർ റഹ്മാനെ, ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവരെ രൂപപ്പെടുത്തിയ ലോകം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമ്മൾ ആദ്യം അറിയണം. കാരണം ഈ ഗുണങ്ങളൊന്നും ഒരു ശൂന്യതയിൽ നിന്ന് വന്നതല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ആയത്തുകൾ അവതരിക്കുന്നത് സുഖസൗകര്യങ്ങളുടെയും സമാധാനത്തിന്റെയും നടുവിലല്ല, മറിച്ച് കടുത്ത പീഡനങ്ങളുടെയും ശത്രുതയുടെയും ഒരു കാലഘട്ടത്തിലാണ്, മക്കയിൽ വച്ച്. ശരി, അപ്പോ ഈ പശ്ചാത്തലം കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോകാം. മക്കയിലൊരു മുസ്ലിമായി ജീവിക്കുക എന്നത് എന്തായിരുന്നു എന്ന് നോക്കാം. ഈ രണ്ട് സാഹചര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് മക്ക, മറുവശത്ത് മദീന. മക്കയിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാൾക്ക് ശാരീരിക പീഡനം, സാമൂഹികമായ ഒറ്റപ്പെടൽ, പരസ്യമായ അധിക്ഷേപം ഇതൊക്കെയായിരുന്നു കിട്ടിയിരുന്നത്. ഭൗതികമായി യാതൊരു നേട്ടവുമില്ല. എന്നാൽ മദീനയിലോ? അവിടെ ഒരു സമൂഹം, സുരക്ഷ, അധികാരം, സാമൂഹിക പദവി എല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? മക്കയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിരുന്നുള്ളൂ. കാരണം കഷ്ടപ്പെടാനല്ലാതെ മറ്റൊന്നും അവിടെ കിട്ടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ഈ ഒരു പശ്ചാത്തലം പരമകാരുണികന്റെ ദാസന്മാരുടെ ഗുണങ്ങൾക്ക് ഒരു പ്രത്യേക ആഴം നൽകുന്നുണ്ട്. അത് കഠിനമായ പരീക്ഷണങ്ങളിൽ തെളിയിക്കപ്പെട്ട സ്വഭാവമായിരുന്നു. ശരി, ഇനി നമുക്ക് ആ പേരിലേക്ക് തന്നെ വരാം. അല്ലാഹു ഈ പ്രത്യേക വിഭാഗത്തിന് നൽകിയ പേര് ഇബാദുർ റഹ്മാൻ. എന്താണ് അതിന്റെ അർത്ഥം? നോക്കൂ, പരമകാരുണികന്റെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്നത് വെറുമൊരു പേരല്ല, അതൊരു പദവിയാണ്, ഒരു ബഹുമതിയാണ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഗുണമായ കാരുണ്യവുമായി അവൻ നേരിട്ട് ബന്ധിപ്പിക്കുകയാണ് അവന്റെ ഈ ദാസന്മാരെ. ഈ വിഷയത്തിന് കൂടുതൽ ബലം നൽകുന്ന ഒരു പ്രവാചക വചനം കൂടിയുണ്ട്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ ഏതൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അബ്ദുല്ലാ, അതായത് അല്ലാഹുവിന്റെ അടിമ. പിന്നെ അബ്ദുറഹ്മാൻ, പരമകാരുണികന്റെ അടിമ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ പദവിയുടെ മഹത്വം മനസ്സിലാക്കാം. ഓക്കേ, അപ്പോൾ നമ്മൾ പേരിന്റെ അർത്ഥം മനസ്സിലാക്കി. ഇനി ഖുർആൻ പറയുന്ന അവരുടെ ആദ്യത്തെ ഗുണത്തിലേക്ക്, നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നൊരു കാര്യത്തിലേക്ക് വരാം: അവരുടെ നടത്തം. ഈ ഒരൊറ്റ അറബി വാക്ക് ഹൗനൻ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാൽ അത്ഭുതം തോന്നും. അത് വെറും പതുക്കെ നടക്കുക എന്നല്ല, മറിച്ച് വിനയത്തോടെ, ശാന്തതയോടെ, മറ്റുള്ളവർക്ക് ഭാരമാവാതെ മാന്യതയോടെ നടക്കുക. അവരുടെ സാന്നിധ്യം തന്നെ ശാന്തമായിരിക്കും. ഇവിടെ ഒരു ചോദ്യം വരാം, അല്ലേ? എന്തുകൊണ്ടാണ് അല്ലാഹു നടത്തം പോലൊരു പുറമേയുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങിയത്? കാരണം വളരെ ലളിതമാണ്. നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ പുറമേയുള്ള പ്രവൃത്തികളിലൂടെ പ്രകടമാകും. പണ്ഡിതന്മാർ പറയാറുള്ളതുപോലെ നമ്മുടെ നാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു സ്പൂണാണ്. അതുപോലെ നമ്മുടെ നടത്തവും നമ്മുടെ ഉള്ളിലുള്ളതിനെയാണ് കാണിക്കുന്നത്. ഈ നടത്തത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ സംഭവം കേട്ടാൽ മതി. അഹങ്കാരത്തോടെ മറ്റുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് നടന്ന ഒരാൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹു അയാളെ ഭൂമി വിഴുങ്ങാനിടയാക്കി. അഹങ്കാരം അത്ര വലിയൊരു പാപമാണ്. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ ഇതിനൊരു മറുവശമുണ്ട്. എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെയാണോ? അല്ല. ഒരു യുദ്ധത്തിനു മുൻപ് ശത്രുക്കളുടെ മുന്നിൽ ഒരു സഹാബി അല്പം അഭിമാനത്തോടെ നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നടത്തം സാധാരണഗതിയിൽ അല്ലാഹു വെറുക്കുന്നതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റൊന്നും പാടില്ല. അതായത് സന്ദർഭം വളരെ പ്രധാനമാണ്. ഈ ആശയം, ഈ ഹൗനൻ എന്ന നടത്തം എന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞത് ഒരു യഥാർത്ഥ കഥ കേട്ടപ്പോഴാണ്. ആ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ അബ്ദുൽ ബാസിത്ത്. വളരെ ലളിതമായൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എല്ലാ ദിവസവും കാൽനടയായി പത്രം വിതരണം ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന്റെ നടത്തം അത് വളരെ ശാന്തമായിരുന്നു. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്, ദൈവത്തെ സ്മരിച്ചുകൊണ്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ പ്രാർത്ഥനയെ സ്ഥിരമായുണ്ടായിരുന്നുള്ളൂ: പള്ളിയിൽ വെച്ച് മരിക്കണം. അവസാനം സംഭവിച്ചതെന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ പ്രാർത്ഥന അത് അല്ലാഹു സ്വീകരിച്ചു.
ഒരു പള്ളിയിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നീട് പറഞ്ഞ വാക്കുകളാണത്. അദ്ദേഹത്തിന്റെ ജീവിതവും മരണവും ആ നടത്തം പോലെ തന്നെയായിരുന്നു. ശാന്തം, ലളിതം, ദൈവത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചത്. അപ്പോ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുൻപുള്ള കാര്യമല്ലേ? ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ലോകത്ത് ഇതിനെന്താണ് പ്രസക്തി? ഈ ഹൗനൻ എന്ന ആശയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം? ഇതാ വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കുക, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു ഭാരമാകാതിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരാതെ നോക്കുക, നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, സലാം പറയുക. ചെറിയ കാര്യങ്ങളാണല്ലേ, പക്ഷേ വലിയ മാറ്റങ്ങളുണ്ടാക്കും. അടിസ്ഥാനപരമായി ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ ഓരോ കാൽവെപ്പും നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ ഈ മണ്ണിൽ നിന്നാണ് വന്നത്, അവസാനം തിരിച്ചുപോകുന്നതും ഈ മണ്ണിലേക്കാണ്. പിന്നെന്തിനാണ് ഈ അഹങ്കാരം? അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ കൂടെ എന്ത് ഊർജ്ജമാണ് അവിടേക്ക് വരുന്നത്? ശാന്തതയാണോ അതോ അസ്വസ്ഥതയാണോ? ചിന്തിക്കാൻ ഈ ഒരു ചോദ്യം മാത്രം മതി. നന്ദി.